ഗുഡ് മോർണിംഗ് ഗായ്സ്. ഓൾ കേരള ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. രാവിലെ തന്നെ ബസ് പിടിച്ചു, ഒരു KSRTC കിട്ടി പത്തനംതിട്ടയിലേക്ക്. ഒരു പമ്പ ബസ്സായിരുന്നു, തിരക്കുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ 11:30 ആയപ്പോൾ പത്തനംതിട്ടയിലെത്തി. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ രസകരമായ വീഡിയോസിനായി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ഗവിയിലേക്കാണ്. വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് ഗവിയിലേക്ക് പത്തനംതിട്ടയിൽ നിന്നും ഡയറക്റ്റ് ബസ്സുകളുണ്ട്. അപ്പോൾ ബസ് സർവീസിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് ഞാൻ ഇപ്പോൾ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് ഉച്ചക്കത്തെ ബസ് സർവീസായിരുന്നു. അതായത് രാവിലെ ഉണ്ട് 6:30 സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സുണ്ട്, ഉച്ചയ്ക്ക് 1:30 വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് 1:30. അപ്പോൾ 6 മണിക്ക് ഗവി എത്തുകയും ഒരു 7:45-8 മണിയാകുമ്പോൾ കുമളി എത്തും. അപ്പോൾ ഞാൻ അതാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ നേരെ ഗവിയിൽ നിന്ന് കുമളിയിൽ നിന്ന് ഇടുക്കിയിലേക്ക് പോകാനായിരുന്നു എൻ്റെ പ്ലാൻ. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ സർവീസ് എടുത്ത് ഉച്ചയ്ക്ക് 1:30 സ്റ്റാർട്ട് ചെയ്ത് രാത്രി 8 മണിക്ക് അവസാനിക്കുന്ന ഷെഡ്യൂൾ നമ്പർ 2. അപ്പോൾ പത്തനംതിട്ടയുടെയും കുമളിയിലെയും ഡിപ്പോ നമ്പറുകൾ ഞാൻ താഴെ കൊടുത്തേക്കാം. ബസ് സർവീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അവരതിനുള്ള മറുപടിയും ആവശ്യമുള്ള സഹായങ്ങളും ചെയ്തു തരുന്നതാണ്. നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ അധികം ആളുകളുടെ സീറ്റുകൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇഷ്ടംപോലെ സീറ്റുകൾ കാലിയായിരുന്നു. അങ്ങനെ സൈഡ് സീറ്റ് ഞാൻ പിടിച്ചു. കാരണം കാഴ്ചകളെ കാണാനുണ്ട്, വന്യമൃഗങ്ങളും പക്ഷികളൊക്കെ കാണാനുള്ളതാണ്. അതുകൊണ്ട് സൈഡ് സീറ്റ് പിടിച്ചു. കൃത്യം 1:30 ആയപ്പോൾ വണ്ടി എടുത്തു, നേരെ ഗവിയിലേക്ക്. കൊടുങ്കാടിലൂടെ വന്യമൃഗങ്ങളെയും പക്ഷികളെയും കണ്ടുകൊണ്ട് ഒരു യാത്ര, അതാണ് ഗവി ഉറപ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഗവിയിലേക്ക് പോകുമ്പോൾ തന്നെ കുറേ ചെക്ക് പോസ്റ്റുകളുണ്ട് സർക്കാരിൻ്റെ. അതായത് കൊടുങ്കാടാണ്, കുറേ മൃഗങ്ങളും കാര്യങ്ങളും റെസ്ട്രിക്ഷൻസ് ഒക്കെ കുറേ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. റോഡിന് ഇരുവശവും ഈറ്റക്കാടുകളാണ്. അതിനെല്ലാം ഭേദിച്ചുകൊണ്ട് നേരെ ഗവിയിലേക്ക്. ആദ്യം നമ്മൾ കാണുന്നത് മൂഴിയാർ ഡാമാണ്. ഗവിയിൽ ധാരാളം ഡാമുകളുണ്ട്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഡാമുകളിലൊന്നാണ് മൂഴിയാർ ഡാം. ഡാമിലേക്ക് കയറുമ്പോൾ തന്നെ 2 പോലീസ് ഉദ്യോഗസ്ഥരോട് നിൽപ്പുണ്ട്. ജസ്റ്റ് വാഹനം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് വളരെ നേരമുള്ള പരിപാടിയൊന്നുമില്ല, കുറച്ച് നേരത്തെ പരിപാടിയുള്ളൂ. വളരെ സാവധാനമാണ് ഡാമിൽ നിന്ന് മറുകരയിലേക്ക് ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 വശങ്ങളിലെയും കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഡാമിൻ്റെ ഷട്ടറുകളും അനുബന്ധമായിട്ടുള്ള ഉപകരണങ്ങളെല്ലാം നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. അത് കഴിഞ്ഞൊരു വലിയ ഹെയർപിൻ ഉണ്ട്. ആ ഹെയർപിൻ ചെന്ന് നമ്മുടെ KCBയുടെ ഒക്കെ ഒരു ആസ്ഥാനമായ സീർത്തോടിലേക്കാണ്. അവിടെ കുറേ ബിൽഡിങ്ങും KCBയുടെ കാര്യങ്ങളും വർക്കുകളും എല്ലാം നടക്കുന്നുണ്ട്. വലിയ പൈപ്പ് ലൈൻ എല്ലാം അതിലൂടെ പോകുന്നുണ്ട്. കുറച്ചുകൂടെ ദൂരം യാത്ര ചെയ്ത് നമ്മൾ എത്തുന്നത് അവിടുത്തെ വലിയൊരു ഡാമായ കക്കി ഡാമിലേക്കാണ്. കക്കി ഡാം ഗവിയിലുള്ള ഡാമിലെ ഏറ്റവും വലിയ ഡാമാണ്. ഭയങ്കര വലിപ്പവും നല്ല പൊക്കവും ഉള്ള ഒരു ഡാമാണ് കക്കി ഡാം. നമുക്ക് കാണാൻ പറ്റും, താഴ്ചയിൽ ഭയങ്കര താഴ്ചയാണ് ഡാമിൽ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ അവിടെ വണ്ടി സ്ലോ ചെയ്തായിരുന്നു നമുക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. മറു സൈഡിൽ വെള്ളം കര കവിഞ്ഞ് നിൽക്കുകയാണ്. കാരണം മഴ സീസൺ ആയതുകൊണ്ട് നിറയെ വെള്ളം ഉണ്ടായിരുന്നു. മനോഹരമായ പുൽമേടുകളും നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡുകളും കുത്തനെയുള്ള ഇറക്കങ്ങളും കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് ആനത്തോട് ഫ്ലാങ്കിങ് ഡാമിലേക്കാണ്. കക്കി ഡാമിൻ്റെ അത്ര ഇല്ലെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള ഡാമാണ്. അതിമനോഹരമായ മലമുകളികളും താഴ്വാരങ്ങളും പടുവൃക്ഷങ്ങളും നിറഞ്ഞ മനോഹരമായ കാഴ്ച ഗവി ബസ് യാത്ര നമുക്ക് സമ്മാനിക്കുന്നു. അവസാനം ബസ് യാത്രയുടെ ഉദ്ദേശം നടന്നു. 4 ആനകളെ കാണാൻ പറ്റി. വലിയ 3 ആനകളും ഒരു ചെറിയ ആനയും. ആ ആനകളെ കൂടാതെ വേറെ 1-2 ആനകളെയും കാണാൻ പറ്റി. കാണുക മാത്രമല്ല, ഡ്രൈവർ ഉൾപ്പെടെ എല്ലാവരും ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തു. കുറച്ചു നേരം വീഡിയോയും ഫോട്ടോ എടുത്തതിന് ശേഷം പതിയെ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. ഗവി എക്കോ ടൂറിസത്തിൻ്റെ ഓഫീസും മറ്റു കാര്യങ്ങളെല്ലാം നിൽക്കുന്നത് ഇനി 10 കിലോമീറ്റർ അപ്പുറമാണ്. അപ്പോൾ ഒരു ഇടവേളയ്ക്കായി ചായ കുടിക്കാനായിട്ട് ബസ് ഡ്രൈവർ വണ്ടി നിർത്തി. KCB ക്യാൻറ്റീനുണ്ട് കൊച്ചി പമ്പയിൽ, അവിടെ നിന്ന് ചായ കുടിക്കാനായിട്ട് വണ്ടി നിർത്തി. അതിനടുത്തായി പൊളിഞ്ഞു കിടക്കുന്നൊരു പഴയ വീടുണ്ട്.
ചായ കുടിച്ച് വീണ്ടും യാത്ര തുടങ്ങി. ഗവി ഫോറസ്റ്റ് സ്റ്റേഷൻ എത്തി. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞും ചെറിയ ചെറിയ വീടുകൾ നമുക്ക് കാണാൻ കഴിയും. തേയിലത്തോട്ടങ്ങളിലും ഏലം തോട്ടങ്ങളിലും ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ വീടുകളാണ്. മീന ഡാമിലേക്ക് പോകാൻ നമുക്ക് കഴിയില്ല. കാരണം ബസ് സർവീസിൽ നിന്നുള്ള റോഡിൽ നിന്നും 5.6 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം. അതിന് തൊട്ടടുത്തായി തന്നെയാണ് ഗവി എക്കോ ടൂറിസം ഓഫീസും. ഗവിയുടെ കാഴ്ചകൾ പതിയെ പതിയെ അവസാനിക്കുന്നു. ബസ് കുമളിയിലേക്ക് എത്താറായിരിക്കുന്നു. ആളുകൾ കുറഞ്ഞു വരുന്നു. ഇറങ്ങേണ്ട സ്റ്റോപ്പുകളിൽ കുറച്ച് പേർ ഇറങ്ങി. ഏറ്റവും ഒടുവിലത്തെ ചെക്ക് പോസ്റ്റാണ് പെരിയാർ ടൈഗർ റിസർവ് ചെക്ക് പോസ്റ്റ്. കുമളിയിൽ എത്തിയപ്പോഴേക്കും സമയം 8 മണി. പിന്നെ അവിടെ അടുത്തുള്ള ലോഡ്ജിൽ താമസിച്ച് പിറ്റേന്ന് രാവിലെ തന്നെ നെടുങ്കണ്ടത്തേക്ക് ബസ് പിടിച്ചു. നെടുങ്കണ്ടത്ത് എത്തിയപ്പോൾ തന്നെ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് അമൽമത് വന്നായിരുന്നു. ഇന്ന് അവൻ്റെ വീട്ടിലാണ് സ്റ്റേ. നാളെ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇടുക്കിയിലെ കുറേ സ്ഥലങ്ങൾ കാണാനുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.